നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. RSS തങ്ങളുടെ സഖ്യകക്ഷിയായ BJPയിലുള്ള വിശ്വാസം കൈവിടുകയാണോ? ആണെന്നാണ് RSS മേധാവി മോഹൻ ഭാഗവതിന്റെ ഏറ്റവും പുതിയ ചില പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്രത്തിൽ 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറും എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ മോദി സർക്കാരിനെതിരെ പരോക്ഷ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഭഗവത്. സംസ്കൃത പണ്ഡിതനായിരുന്ന മഹാമഹോപാധ്യായ് വാസുദേവ വിഷ്ണു മിരാശിയുടെ 125ാമത് ജന്മവാർഷിക ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സംഘടനകൾ സഹായത്തിനായി സർക്കാരുകളെ ആശ്രയിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനിടെയായിരുന്നു ഭാഗവതിന്റെ ഈ മുനവെച്ച പ്രസ്താവന. മുൻപ് രാജഭരണത്തിന്റെ സമയത്ത് സർക്കാരുകൾ 30 തൊട്ട് 50 വർഷം വരെ നിലനിന്നിരുന്നു എന്നും എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാമൂഹിക ഗവേഷണ സംഘടനകൾ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ പാകത്തിൽ ശക്തമായ അടിത്തറയിൽ മുന്നോട്ടു പോകണം. സർക്കാരുകളിൽ വിശ്വാസമില്ല എങ്കിലും അവയെ ഉപയോഗപ്പെടുത്തുക എന്ന വിചിത്രമായ ഒരു ഉപദേശം കൂടി മോഹൻ ഭഗവത് തന്റെ പ്രസംഗത്തിനിടെ നൽകി. ഇത് വെറും ഒരു പ്രസംഗമല്ല, മറിച്ച് കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിന്റെ സാധ്യത കൂടുതലിൽ RSSും വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. തങ്ങളുടെ നിഴലിൽ വളർന്നു വന്ന സഹോദര പ്രസ്ഥാനമായ BJPയിലും തങ്ങൾ തന്നെ 2014 മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിയിലും RSSനുണ്ടായ വിശ്വാസക്കുറവാകാം ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് പുറകിൽ. ഒരു സർക്കാർ എന്ന നിലയിൽ നന്നായി പ്രവർത്തിക്കാൻ മോദിയുടെ BJP സർക്കാരിന് സാധിച്ചില്ല എന്ന സംതൃപ്തിയും RSSന് ഉണ്ടായിക്കൂടായികയില്ല. എന്തായാലും ഭരണമാറ്റത്തെക്കുറിച്ചുള്ള മോഹൻ ഭഗവതിന്റെ ഈ പരോക്ഷമായ പ്രസ്താവന ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒന്ന് തന്നെയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്.